Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോളോ ലെവലിംഗിൻ്റെ സീസൺ 3 എപ്പിസോഡ് 5 ആണ്. അഥവാ സോളോ ലെവലിംഗ് ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 122 123 എനിക്കറിയാം 2 ചാപ്റ്റേഴ്സ് മാത്രമേ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. റീസൺ മറ്റൊന്നുമില്ല, നമ്മുടെ വൺ പീസിൻ്റെ ലേറ്റസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 1145 നമുക്ക് ഇന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് 2 ചാപ്റ്റേഴ്സ് വെക്കുന്നത്. പക്ഷേ ആരും വിഷമിക്കേണ്ട, നാളെ തന്നെ നമ്മൾ 3 ചാപ്റ്റേഴ്സ് ഉള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് വീഡിയോ ആയിരിക്കും വരാൻ പോകുന്നത്. എന്നാൽ അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണാറുണ്ട്, നല്ല സപ്പോർട്ട് തരാറുണ്ട്, നല്ല സ്നേഹവും റെസ്പോൺസും എല്ലാം കിട്ടാറുണ്ടെങ്കിലും കുറേയധികം കൂട്ടുകാർ, ഓൾമോസ്റ്റ് ഒരു 60% കൂട്ടുകാരും ഇപ്പോഴും പേജ് സബ്സ്ക്രൈബ് ചെയ്താണ് എല്ലാ ദിവസവും നമ്മുടെ വീഡിയോസ് ഒക്കെ വന്ന് കാണുന്നത്. അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് 2 കൂട്ടർക്ക് ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. എനിക്കാകട്ടെ നമ്മുടെ ഫോളോവേഴ്സ് കൗണ്ടും സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും നമ്മുടെ ഫാമിലി ഒന്ന് ഗ്രോ ചെയ്യുന്ന കാണാൻ നേരത്ത് എനിക്കൊരു സന്തോഷവും എനിക്കൊരു മോട്ടിവേഷനും കിട്ടും. ഇനി ഞാനെടുത്ത വീഡിയോസ് ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് ആ കാര്യം അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് ആ ഒരു സെക്കൻഡിൽ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാനും സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും സോളോ ലെവലിംഗും ആനിമയും കാണുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ വെൽക്കം ബാക്ക് ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗിൻ്റെ സീസൺ 3 എപ്പിസോഡ് 5 ആണ്. അഥവാ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 122 123 അങ്ങനെ നമ്മുടെ ചാപ്റ്റർ തുറക്കാൻ നേരത്ത് ജിൻഹോയും ജിൻവുവും കൂടെ ആ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. ജിൻഹോ ആയിട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. സാർ, ഞാൻ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു ഗേറ്റിൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ല. അപ്പോൾ ജിൻഹു മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും ഇവനെ ബുസാനിലേക്ക് കൊണ്ടുപോയി നന്നായി. കാര്യം അല്ലെങ്കിൽ കണ്ടിരുന്നെങ്കിൽ ഇവൻ്റെ ബോധം കിട്ടി താഴെ കിടന്നതെന്നാണ്. പെട്ടെന്ന് കുറേ റിപ്പോർട്ടേഴ്സ് നമ്മുടെ ജിൻഹുവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, സാർ താങ്കൾ എന്തുകൊണ്ടാണ് താങ്കളുടെ ഗിൽഡ് അഹജിൻ എന്ന് പേരിട്ടത്? അത് മാത്രമല്ല അഹജിൻ ഗിൽഡിന്റെ ഫസ്റ്റ് റൈഡാണല്ലോ, താങ്കൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? എന്തൊക്കെയാണ് താങ്കൾക്ക് ഈ ഒരു റൈഡിനെ പറ്റി പറയാനുള്ളത്? അങ്ങനെ പല കാര്യങ്ങളും അവനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ കറക്റ്റ് സമയത്ത് തന്നെ വുവും ബാക്കിയുള്ളവരും അവിടേക്ക് വന്ന് നമ്മുടെ റിപ്പോർട്ടേഴ്സിനെ പിടിച്ച് മാറ്റി ജിൻവുവിനെ സേഫ് ആയിട്ട് സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. ജിൻവു അപ്പോൾ ചോദിക്കുകയും ചെയ്യും, മിസ്റ്റർ വു, ഞാൻ വിചാരിച്ചത് എൻ്റെ പേഴ്സണൽ ഇൻഫോർമേഷനൊക്കെ പ്രൈവറ്റ് ആക്കി വെക്കാവുന്നതാണ്. പക്ഷേ ഇതെന്ത് സംഭവിച്ചു? സംഘടന താങ്കളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ ഞങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കാൻ സാധിക്കും. പക്ഷേ കൊറിയയിൽ എവിടെയാണ് ഈ ഒരു ഗേറ്റ് ഓപ്പൺ ആക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് പബ്ലിക് ഉണ്ടെങ്കിൽ മറച്ചു വെക്കാൻ സാധിക്കത്തില്ല. അതെങ്ങനെ പോലും അവർ അറിയുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ, സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ നിർത്ത് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ജിൻവു ആലോചിക്കുന്നുണ്ട്, കോപ്പ് പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു. അല്ല സാർ, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് മൈനിങ് ടീമിനെങ്കിലും അറ്റ്ലീസ്റ്റ് കൊണ്ടുപോകണ്ടേ? കാര്യം എല്ലാം കൂടി എനിക്ക് താങ്ങൊന്നും തോന്നുന്നില്ല. നമ്മുടെ ജിൻഹോ പറയാൻ നേരത്ത് നമ്മുടെ ജിൻവു പറയുന്നുണ്ട്, നീ അതൊന്നും ഓർത്ത് പഠിക്കുന്ന വേണ്ട, ഷാഡോ സോൾജേഴ്സ് ആ പരിപാടി നോക്കിയോളൂ. അപ്പോൾ നമ്മുടെ വു ഉണ്ടല്ലോ, പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്ന സമൺ ചെയ്ത സോൾജേഴ്സിൻ്റെ ഒക്കെ റാങ്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും കുറഞ്ഞ റാങ്ക് B റാങ്കാണ്. അതിൻ്റെ മുകളിലേക്കാണ് ബാക്കിയുള്ള എല്ലാ സോൾജേഴ്സും ഉള്ളത്. പുള്ളിക്കാരൻ ഒരു കാര്യം മനസ്സിലായി, അതായത് ഈ ഒരു സ്കോഡ്, ഈ ഒരു പർട്ടിക്കുലർ സ്കോഡ് ഒരു A റാങ്ക് 8 ഒക്കെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ റെയ്ഡ് ചെയ്യാൻ മോർ ദാൻ ക്വാളിഫൈഡ് ആണ്. സത്യം പറഞ്ഞാൽ ഇവന്റെ പേരും പറഞ്ഞ് ഇടിയുണ്ടാക്കുന്ന എല്ലാവരും മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ മോർ ദാൻ ക്വാളിഫൈഡ് ആണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തൻ്റെ കോട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജിൻഹു ഒരേപോലെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാര്യം പുള്ളിക്കാരൻ ആ ഒരു റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചെയർമാൻ എന്തായാലും ഈ ഒരു റൈഡ് നിങ്ങളുടെ കൂടെ വരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് ഇത് സേഫ് ആണോ അല്ലയോ എന്ന് പുള്ളിക്കാരൻ നോക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ജിൻഹു ചോദിക്കാനുണ്ട്, അല്ല മിസ്റ്റർ വു, താങ്കളത് ഓക്കെ ആയിരിക്കും എന്ന് ചോദിക്കാൻ നേരത്ത് വുവിന് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. കാര്യം ജിൻഹു അങ്ങനെ ചോദിക്കുന്നത് പുള്ളിക്കാരൻ വിചാരിച്ചതേ ഇല്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. പുള്ളി നോക്കാൻ നേരത്ത് ഒരു A റാങ്ക് ബീസ്റ്റായുള്ള നാഗനെ നമ്മുടെ ജിൻവുവിൻ്റെ സോൾജേഴ്സ് വളരെ സിമ്പിളായിട്ട് തന്നെ വലിച്ചിട്ട് കീറുവാണ്. ഒരു സൈഡിൽ നമ്മുടെ അയൺ ടാങ്ക് കൂടെ നിർത്താതെ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് മറ്റൊരു സൈഡിൽ പേര് കണ്ണി കണ്ട എല്ലാ ബീസിനെ തല വലിച്ച് പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. വളരെ ഹൈ ട്രെയിൻ ചെയ്തിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള മാജിക് സ്കിൽസ് ഉള്ള ഹണ്ടേഴ്സ് വരെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവർ ഒരാളെങ്കിലും ഡിഫീറ്റ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ജിൻവുവിൻ്റെ ആർമി വളരെ സിമ്പിളായിട്ട് തന്നെ ഇവരെല്ലാവരും ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ റീജനറേഷൻ വിശ്വസിക്കാവുന്നതിന് അപ്പുറമാണ്. പ്രത്യേകിച്ച് അവനെ കണ്ടിട്ട് വളരെയധികം സ്കില്ലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് നമ്മുടെ ഇഗ്രിസിനെ പറ്റിയായിരുന്നു. ഇഗ്രിസ് അപ്പം തന്നെ പുള്ളിക്കാരൻ്റെ സോഡ് പുറത്തേക്ക് എടുക്കുകയും അവിടെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ലൈറ്റ്നിങ് മാജിക് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് അവിടെ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടൊരു സംഭവം തന്നെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അവൻ ഞെട്ടിത്തെറിച്ചിരിക്കും. കാര്യം ഹയസ്റ്റ് ലെവലിലുള്ള മേജസ് വരെ വളരെ ചെറുതായിട്ടാണ് ലൈറ്റ്നിങ് മാജിക് യൂസ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ഈ സോഡ് അനക്കിയപ്പോഴാണ് ഇത്രയും വലിയൊരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അടുത്ത സെക്കൻഡ് ഇഗ്രിസിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന എല്ലാ നാഗിനെയും വളരെ സിമ്പിളായിട്ട് തന്നെ പുള്ളിക്കാരൻ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വു പറയുന്നുണ്ട്, ഇവൻ എങ്ങനെ നോക്കിയാലും ഒരു A റാങ്കാണ്, അല്ല പ്രോബബിളി പുള്ളിക്കാരൻ A നെക്കാട്ടും ഹയർ റാങ്കിലാണുള്ളത്.
ഇങ്ങനൊരു അവസ്ഥയിൽ ഞാനുമായിട്ട് ഒരു 1v1 സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ജയിക്കാൻ സാധിക്കും. ഇതേ സമയത്ത് നമ്മുടെ ജിന്നുവിന്റെ ചെറിയൊരു ഷാഡോ ഉണ്ട്. അത് അവിടെ നടന്ന സാധനം എടുത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ജിന്നു നേരെ അവിടേക്ക് വന്ന് അതിനെ ചവിട്ടി ദൂരത്തേക്ക് കയറിയിട്ട് പറയുന്നുണ്ട്, നിന്നോടൊക്കെ ഒരു 100 വട്ടം പറഞ്ഞ് ഇതൊന്നും എടുത്ത് തിന്നല്ലേ, ഇതിന് നല്ല വിലയുള്ള സാധനമാണ്. ഇതേ സമയത്ത് ബാക്കിയുള്ള ഷാഡോസിനെ കൊണ്ട് ജിന്നു അവിടെ പണിയെടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വു പറയുന്നുണ്ട്, ഇവൻ ഒരിക്കലും ഒരു നിസാരക്കാരനല്ല, ഒരു എയർ റാങ്ക് ഡഞ്ചറാണ്, വളരെ സിമ്പിളായിട്ട് അവൻ ഇങ്ങനെ വൃത്തിയാക്കുന്നത്. അത് മാത്രമല്ല ഇവിടെ കിടന്ന കോപ്സും മൈനിങ് ക്രിസ്റ്റൽസും എല്ലാം തന്നെ അവൻ ഇപ്പം ചെയ്യുന്നു. ഇതേ സമയത്ത് ആ ഡഞ്ചറിലെ ബോസായ ഒരു വലിയ നാഗ തന്നെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജിൻബോ പറയുന്നുണ്ട്, പണിയെടുക്കുന്നവരെല്ലാവരും പണിയെടുത്തോ, ബാക്കിയുള്ളവരെല്ലാവരും അപ്പോൾ തന്നെ തിരിച്ചു വരിക. അങ്ങനെ എല്ലാ ഷാഡോ സോൾജേഴ്സും ജിന്നുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. വോ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ബാക്കിയുള്ളവരെ തിരിച്ചു വിളിച്ചത്? അവർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇവനെ ഡിഫീറ്റ് ചെയ്യാവുന്നേ ഉള്ളല്ലോ. അതൊക്കെ ശരിയാണ്, അവർക്ക് വരെ ഭയങ്കര സിമ്പിളായിട്ട് തന്നെ ഡിഫീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ കൂടുതൽ ഞാൻ ഷാഡോസിന് റിലൈസ് ചെയ്താൽ അത് എൻ്റെ ഒരു ടച്ചിനെ ബാധിക്കില്ലെന്ന് പറയും. എന്നിട്ട് ജിന്നു നേരെ മുകളിലേക്ക് ചാടുവാണ്. എന്നിട്ട് അവിടുത്തെ നേരെ മേലിലേക്ക് പോകുന്നതും കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു നാഗയുടെ മുകളിൽ നിൽക്കുന്നതാണ് നമ്മുടെ ജിന്നു. പക്ഷേ ആ ഒരു സമയം കൊണ്ട് തന്നെ ആ നാഗയുടെ തല രണ്ടായിട്ട് വെട്ടിമുറിഞ്ഞ് അത് നേരെ താഴത്തേക്ക് വീഴുന്നുണ്ട്. ആ ഒരു നാഗിനെ ഡിഫീറ്റ് ചെയ്തതിൽ നമ്മുടെ ജിന്നു നൈസ് ഇന്ന് ലെവലപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ 101 ആണ് നമ്മുടെ ജിന്നുവിൻ്റെ ലെവൽ. അത് മാത്രമല്ല പുള്ളിക്കന്നെ ജോബ് സ്പെസിഫൈഡ് ആയിട്ടുള്ള എല്ലാ സ്കില്ലും ലെവലപ്പായി. പുള്ളിക്കന്നെ ഷാഡോ എക്സ്ട്രാക്ഷൻ, ഷാഡോ പ്രിസർവേഷൻ, മോണാർച്ച് ഡൊമൈൻ ആൻഡ് ഷാഡോ എക്സ്ചേഞ്ച് ഇതെല്ലാം ലെവലപ്പ് ആയിട്ടുണ്ട്. അതുമല്ല ഷാഡോ എക്സ്ചേഞ്ചിൻ്റെ ഇതുണ്ടല്ലോ, അത് 1 മണിക്കൂറാണ് കുറഞ്ഞിട്ടുള്ളത്. ലൈക്ക് 1 മണിക്കൂർ കുറഞ്ഞ് ഇപ്പോൾ നിലവിൽ വേറെ 2 മണിക്കൂർ മാത്രമേ അതിനുവേണ്ടി ടൈമുള്ളൂ. ഇങ്ങനെയാണ് പോക്കെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ലെവലപ്പ് ആയി കഴിഞ്ഞാൽ ഇതെനിക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് പേടിക്കാൻ വേണ്ട, എൻ്റെ സിസ്റ്ററിനെ എൻ്റെ അമ്മയുടെ സേഫ്റ്റി എനിക്ക് നന്നായിട്ട് എന്നെ നോക്കാൻ പറ്റും. നാഗ എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായൊരു മോൺസ്റ്ററല്ല. ഈ നാഗയുടെ സ്കിൻസും സ്കെയിൽസും ഒക്കെ കൊണ്ട് ആർമറും വെപ്പൺസും പല പല കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അത്രയധികം ഡ്യൂറബിൾ ആയ മെറ്റലാണ്. പക്ഷേ എന്നിട്ടും 2 ഡാഗർ യൂസ് ചെയ്ത് അവൻ എന്ത് സിമ്പിളായിട്ടാണ് ഇതിനെ ഡിഫീറ്റ് ചെയ്തത്. പെട്ടെന്നായിരുന്നു അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ജിൻവു പറയുന്നുണ്ട്, റൈസ് അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു ഷാഡോ എല്ലാം കൂടെ മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങും. ഈ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ലെവൽ 13 അതായത് ടസ്കിൻ്റെ അത്രയും തന്നെ സ്ട്രോങ്ങർ ആണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്, അതായത് അവൻ്റെ സൈസ് നന്നായിട്ട് തന്നെ ചെറുതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവന് തന്നെ ആവട്ടെ ഒന്നെങ്കിൽ ഞാൻ എക്സ്ട്രാക്ട് ചെയ്യാൻ നേരത്ത് ഒന്നെങ്കിൽ സെയിം സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനെക്കാട്ട് വലുതായിരിക്കും. പക്ഷേ ഇവന് ഇത്ര കുഞ്ഞായി പോയല്ലോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നീ ഒമിറ്റ് ചെയ്ത മാന ടസ്കിൻ്റെ അത്രയും തന്നെ ഉണ്ട്. നീ ടസ്കിൻ്റെ അത്ര സ്ട്രോങ്ങർ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഭാവിയിൽ നിനക്ക് എപ്പോഴെങ്കിലും മാജിക് യൂസ് ചെയ്ത് ഇതിൻ്റെ ഒറിജിനൽ സൈസ് എന്തായാലും കിട്ടുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ സിസ്റ്റം അവനൊരു പേര് കൊടുക്കാൻ പറയും. നമ്മുടെ ജിന്നുമായിട്ട് ജിമ എന്ന് പേരിടുകയും ചെയ്യും. ഈ ഒരു സമയത്ത് നമ്മുടെ ജിന്നു ഉണ്ടല്ലോ, അവൻ വളരെയധികം സന്തോഷവാനായിട്ടിരിക്കുകയാണ്. കാര്യം ഇത്രയും പവർഫുൾ ഉള്ള ഒരു മാന ബീസ്റ്റിനെയാണ് നമ്മുടെ സങ് ജിൻവു അവൻ്റെ ഷാഡോ ആക്കി മാറ്റിയത്. സാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോയാലോ? ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജിന്നു അപ്പോഴാണ് ഒരു കാര്യം ആലോചിക്കുന്നത്, അതായത് ഈ നാഗയുടെ കോപ്സ് ഉണ്ടല്ലോ ഇതെങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുപോകണം. പെട്ടെന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ റിപ്പോർട്ടേഴ്സിനാണ്. അവരെല്ലാവരും ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ്. കാര്യം ഒരു വലിയ കാല് അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവർ പേടിച്ചോടാൻ വേണ്ടി പോകുന്ന നിർത്താണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ആ വന്നിരിക്കുന്ന കാലി ജിൻവുവിൻ്റെ ഷാഡോസിൻ്റെ ഒരെണ്ണമാണ്. അത് മറ്റാരുമല്ല നമ്മുടെ ടസ്കാണ്. ടസ്കായിട്ട് ആ ഒരു നാഗയുടെ കോപ്സ് എടുത്തിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. കണ്ടു നിന്നാൽ എല്ലാവരും ഞെട്ടിപ്പോയി. കാര്യം ഒരു എയർ റാങ്ക് ഗേറ്റാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ അവർ ഇത്ര പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. ഇത് കാണുന്ന നേരത്തെ തന്നെ ടസ്കിൻ്റെ ഫോട്ടോ എല്ലാവരും എടുക്കുന്നുണ്ട്. ടസ്കിനായിട്ട് നൈസ് നാണം വരികയും ചെയ്യും. ഈ ഒരു സമയത്ത് ജിൻവു ബാക്കിയുള്ളവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അവർ നോക്കാൻ നേരത്ത് നേരത്തെ ഉണ്ടായതിനേക്കാളും കൂടുതൽ റിപ്പോർട്ടേഴ്സ് ഇപ്പോൾ ഉണ്ട്. എന്നെ കാണിക്കുന്നത് നമ്മുടെ വൂനാണ്. പുള്ളിക്കാരൻ അങ്ങനെ നൈസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പുള്ളി ചത്തു കുത്തിയിരിക്കുകയാണ്. പുള്ളി നടന്ന കാര്യങ്ങൾ എല്ലാവരും ചെറുമാനെടുക്കുക ഒന്നുപോലും വിടാത്ത പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണല്ലേ അവിടെ നടന്നത്. അത് തന്നെ അല്ല വൂ, നീ ഇത്രയും വർഷമായിട്ട് കുറേ റൈഡിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നീ ഇങ്ങനെ പറയാൻ നേരത്ത് എനിക്ക് എന്തോ പോലെ തോന്നുന്നു. സാർ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ അവിടെ കണ്ടത് റൈഡല്ല, അതൊരു മാസക്കർ തന്നെയായിരുന്നു. അവിടെ നടന്നത് എന്താന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ് ബോ, നീ എന്തായാലും പോയി റെസ്റ്റ് എടുത്തോ, നമുക്ക് എന്തായാലും ഇനി പിന്നെ കാണാം. അത് കഴിയുമ്പോൾ നമ്മുടെ ചെയർമാൻ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, സങ് ജിൻവു അവനൊരു എയർ റാങ്ക് ഡഞ്ചനാണ് ഇത്ര എളുപ്പത്തിൽ ക്ലിയർ ചെയ്തത്. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് കിടന്ന കോപ്സും മാന ബീസ്റ്റും എന്തിന് അതിൻ്റെ അകത്തുള്ള ക്രിസ്റ്റൽസ് വരെ അവൻ മൈൻ ചെയ്തെടുത്തു. ഇനി എന്തായാലും ഞാൻ അവനെ 1 മാൻ സ്ട്രൈക്ക് സ്ക്വാഡ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് അവനെ ഞാൻ പുച്ഛിക്കുന്ന പോലെ ആയി പോകും. അവനിപ്പോൾ ഒരു സ്ട്രൈക്ക് സ്ക്വാഡൊന്നുമില്ല, അവനൊരു 1 മാൻ ഗിൽഡ് തന്നെയാണ്. ജിൻവു അപ്പോൾ എൻ്റെ കണക്കൂട്ടുകളൊന്നും തെറ്റില്ലല്ലേ? അത് കഴിയുമ്പോൾ ചെയർമാൻ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പോകുന്നുണ്ടെങ്കിൽ കൊറിയയിലെ ഹണ്ടേഴ്സ് അല്ല ഈ ലോകത്തിലെ തന്നെ ഹണ്ടേഴ്സ് ഞെട്ടുന്ന പല കാര്യങ്ങളും സംഭവിക്കും. പിന്നെ ജപ്പാനിലേക്കാണ് പോകുന്നത്. അവിടെ ആയിട്ട് നമ്മുടെ ടോക്കിയോയിലെ ഷിൻജുക്കിൽ ഒരു വലിയൊരു ഗേറ്റ്, അതായത് ഒരു മാസീവ് ആയിട്ടുള്ള ഗേറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോപ്പ് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ബ്ലേഡ്സ്, ഫാൻറ്റം, ഇൻവിസിബിൾ കിങ്, സ്നോയി മൗണ്ടൻസ്, ജപ്പാനിലെ മേജറായിട്ട് എല്ലാവരും തന്നെ ഇന്ന് ഇവിടെ ഒത്തുകൂടുന്നുണ്ട്. അതിനർത്ഥം ഇത് നിസ്സാര കാര്യമൊന്നുമല്ല, എന്തെങ്കിലും വലുതായിരിക്കും. അപ്പോഴാണ് അവരെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് ബ്ലേഡ് എന്ന് പറയുന്ന ഗിൽഡിലെ വൈസ് ഗിൽഡ് മാസ്റ്റർ അല്ല റൈജു അല്ലേ?
അല്ല ഇവന് കൂടെ 3 എക്സ്ട്രാ ഹണ്ടേഴ്സും കൂടെ ഉണ്ടല്ലോ. എടാ പൊട്ട, നീ മറന്നുപോയോ? അവനാണ് ഇപ്പോഴത്തെ ഗിൽഡ് മാസ്റ്റർ. അവരുടെ യഥാർത്ഥ ഗിൽഡ് മാസ്റ്ററായ ഗോട്ടോയും പിന്നെ ബാക്കിയുള്ള 6 എക്സ്ട്രാ ഹണ്ടേഴ്സും ജെജു ഐസ്ലൻഡ് വെച്ച് മരണപ്പെട്ടിരുന്നു. നീ അത് ഓർക്കുന്നില്ലേ? ഓ, ആ കാര്യം ഞാൻ വിട്ടുപോയി. അതുമല്ല, ഇവർക്കായിരുന്നല്ല നേരത്തെ എക്സ്ട്രാ ഹണ്ടിന്റെ മോണോപോളി ഉള്ളത്. എന്തായാലും ഇനി ഇവന്മാരൊന്നും പതറും. ഇത് കേൾക്കാൻ നേരത്തെ തന്നെ ഇവന്മാർക്ക് ദേഷ്യം വന്നിട്ട് തിരിഞ്ഞൊരു നോട്ടം നോക്കുന്നുണ്ട്. ഇത് നോക്കാൻ നേരത്തെ തന്നെ ബാക്കിയുള്ളവന്മാരൊക്കെ പേടിച്ച് നൈസ് എവിടുന്ന് സ്കൂട്ടാകുകയും ചെയ്യും. നായികൾ, നിങ്ങൾക്ക് നേർ നിന്നൊന്നും സംസാരിക്കാനുള്ള ധൈര്യം പോലും ഇല്ല. എന്നിട്ട് ഗോട്ടോസാനെ കുറിച്ച് പറയുന്നത് കേട്ടോ എനിക്ക് പറയുന്നുണ്ട്. ഞാൻ റീസെന്റ് ഒരു ന്യൂസ് കേട്ടിരുന്നു. ഫാൻഡവും അതേപോലെ സ്നോയി മൗണ്ടനും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യാൻ പോകുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 4 എക്സ്ട്രാ ഹണ്ടേഴ്സ് കാണും, നമ്മളെ പോലെ തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്മാര് മണ്ടന്മാരാണ്. കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ജപ്പാനിലെ ബെസ്റ്റ് ഗിൽഡായിട്ട് മാറുക. അത് മാത്രമല്ല, നമ്മളുമായിട്ട് നേർ മുട്ടാനുള്ള ധൈര്യമെങ്കിലും അവർക്ക് കാണുമോ? നിങ്ങൾ ആരും എന്താണ് മിണ്ടാത്തത്? ഹണ്ടർ അസോസിയേഷൻ ഒന്നും മിണ്ടുന്ന പോലും ഇല്ലല്ലോ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു എസ്രാം ഗേറ്റ് ആണ് ടോക്കിയോയുടെ ഹൃദയത്തിൽ വന്ന് നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സത്യം പറ. ഒരു ഡഞ്ചൻ ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പ്ലീസ്, നിങ്ങൾ ഈ ഒച്ച വെച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരു എസ്രാങ് ഹണ്ടറിനെ കൊണ്ട് ഒരിക്കലും ഒരു എസ്രാങ് ഗേറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് നമുക്ക് നാഷണൽ ലെവൽ ഹണ്ടേഴ്സിനെ തന്നെ വേണം. പക്ഷേ പ്രൈം മിനിസ്റ്റർ, താങ്കൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. താങ്കൾ ഇവിടെ എല്ലാ ഗിൽഡ് മാസ്റ്റേഴ്സും, മേജറായുള്ള എല്ലാ ഗിൽഡ് മാസ്റ്റേഴ്സിനെ സമൺ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളെല്ലാവരും കണ്ടാണ് ജെജു ഐസ്ലൻഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും മാക്സിമം നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും നല്ല പ്ലാൻ കൊണ്ടുവരണം. എല്ലാവരും പറയുന്നത് തോമസ് ആൻഡ്രേനെ ഹയർ ചെയ്യാനാണ്. നീ എന്തുവാണ് ഈ പറയുന്നത്? അവനെ പോലുള്ള ഹയർ ചെയ്യാനുള്ള പൈസ ഈ രാജ്യത്ത് പോലും ഇല്ല. അതുമല്ല, ഇപ്പൊ ലോകത്ത് എല്ലായിടത്തും ഗേറ്റ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടുവരുവാണ്. അതുകൊണ്ട് തന്നെ ഹണ്ടേഴ്സ് എല്ലാം ബിസിയാണ്. വളരെ കുറച്ച് രാജ്യത്തെ ഹണ്ടേഴ്സ് മാത്രമേ നമുക്കിപ്പോൾ കിട്ടത്തുള്ളൂ. അതുമല്ല, ആ ഹണ്ടേഴ്സിൽ തന്നെ എത്ര പേര് വരുമെന്ന് ഒരിക്കലും പറയാൻ പോലും സാധിക്കത്തില്ല. കാര്യം ഇതൊരു എസ് റാങ്ക് ഗേറ്റ് ആണ്. അതിൻ്റെതായ പ്രശ്നങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ കാണും. ഒരാളുണ്ട്, നമ്മുടെ റേജുവാണ് ഈ ഒരു കാര്യം പറയുന്നത്. ഒരു ഹണ്ടറുണ്ട്, അവന് ആവശ്യത്തിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും ഇവിടേക്ക് വന്നിരിക്കും. ബാരിയർ സ്പെഷ്യലിസ്റ്റ് ആയുള്ള യൂറി ഓർലോഫ്, അവൻ ഇവിടേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ നമ്മുടെ ജിൻമുനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ്റെ കാർ ഒഴിച്ച് പോകുവാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ മനസ്സിൽ പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കറൻറ്റ് 101 ലെവലായി. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പോലും മേല. 100-ലായിരുന്നു എനിക്ക് ഈ താക്കോല് കിട്ടിയത്. അതുമല്ല, 101 തന്നെ എൻ്റെ എല്ലാ സ്കില്ലും ഒരു എണ്ണം കൂടുകയും ചെയ്തു. ഞാനിനി 102 കഴിഞ്ഞാൽ എന്തുമാത്രം കൂടുമെന്ന് എന്തായാലും കണ്ടു തന്നെ അറിയണം. അങ്ങനെ നമ്മുടെ ജിന്നു പുള്ളിക്കാരൻ്റെ പാർക്കിംഗ് ലോഡിലൊക്കെ വന്ന് വണ്ടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ നടത്താൻ ദൂരെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് മറ്റാരുമില്ല, നമ്മുടെ മിസ്സസ് ചായ ആയിരുന്നു. പുള്ളി നമ്മുടെ ജിന്നുവിനെ കണ്ടതും അവിടെ നിന്ന് ഓടാൻ പോകുന്നുണ്ടെങ്കിലും ജിന്നു പെട്ടെന്നായിരുന്നു അവളുടെ അടുത്തേക്ക് വന്നത്. നീ എന്തിനാണ് എന്നെ കണ്ടപ്പോൾ ഓടിക്കളയാൻ നോക്കിയത്? അല്ല, നീ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് എന്തോ ചെയ്യുന്നത്? അത് പിന്നെ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ പാർക്കിംഗ് ലോഡിൽ കിടപ്പുണ്ട്. അത് എടുക്കാൻ വന്നത്. അയ്യോ, ആ കാര്യം ഞാൻ വിട്ടുപോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷാഡോ എക്സ്ചേഞ്ച് യൂസ് ചെയ്തായിരുന്നല്ലേ ഇവിടെ അവിടേക്ക് കൊണ്ടുപോയത്. അപ്പം തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, ജിൻവു, താങ്കൾ ഇപ്പോൾ ഫ്രീ ആണോ? ഈ കുറേ കാര്യങ്ങൾ ഇവനോട് ചോദിക്കണമെന്നുണ്ട്. ഇവൻ ആ എയർ റാങ്ക് ഹണ്ടറിനാണ് ഇഷ്ടം. അല്ല, അവളോട്ട് എന്തിനാ ഫോട്ടോ എടുത്തത്? അവർ ഡേറ്റിങ്ങിലാണോ? പക്ഷേ ഇതൊന്നും ചോദിക്കാതെ പുള്ളിക്കാരി എടുത്ത വായിക്കാനെ നമ്മുടെ മറ്റേ കാര്യമാണ് പറയുന്നത്. എന്നോട് ബ്യങ്കുവിൻ്റെ ഷാഡോ ചെറുതായിട്ടൊരു മെസ്സേജ് പാസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് നിന്റെ പവറിനെ പറ്റിയാണ്. ഇത് കേൾക്കാൻ നേരത്ത് ജിനു ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പം തന്നെ ജിനു പറയും ചെയ്യും, ഇവിടെ വെച്ച് വിടണ്ട, നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ ഓഫീസിലെത്തിയാണ്. അപ്പം തന്നെ മിസ് ചോദിക്കുന്നുണ്ട്, ജിനു സാൻ ഇവിടെ ആരുമില്ലേ? ഇല്ലില്ല, വൈസ് ഗിൽഡ് മാസ്റ്ററിന് ചെറിയ ബിസിനസ് ഉണ്ട്, അതുകൊണ്ട് അവൻ പുറത്തേക്ക് പോയിരിക്കുവാണ്. സോ മിസ്സസ് ചാ, താങ്കൾ തന്നെ പറയൂ, എന്തുവായിരുന്നു മെസ്സേജ്? എന്തുവാണ് മിങ് ബ്യങ്ക്യു എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന ആ ഒരു മെസ്സേജ്? അന്നത്തെ ആ ദിവസം ഞാനൊരു വോയിസ് കേൾക്കുകയുണ്ടായി. അവനോട് പറയണം, അവൻ്റെ പവർ സൂക്ഷിക്കാൻ നേരത്ത് സൂക്ഷിച്ച് യൂസ് ചെയ്യണമെന്ന് പറയണം. എനിക്ക് എന്താണെന്നറിയാമല്ല, അന്ന് ഞാൻ ഇരുട്ടിൻ്റെ അന്ന് പുറത്തേക്ക് വരുമായിരുന്നു. എന്താണെന്നറിയാമല്ല, പക്ഷേ എൻ്റെ കോൺഷ്യസും ബാക്കിയുള്ളതെല്ലാം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒരു സ്ലേവ് ആയിട്ട് മാറി. ഞാൻ അവനെ സെർവ് ചെയ്യാനുള്ള ഒരാളായിട്ട് മാറി. പക്ഷേ ഏറ്റവും സ്കെയറിയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്നറിയാമോ? അവനെ സെർവ് ചെയ്യാനും ഞാൻ ഹാപ്പി ആയിരുന്നു. നീ എന്തുവാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മുടെ മിസ്സസ് ചാ പറയുന്നുണ്ട്, അവൻ്റെ പവേഴ്സ് വളരെയധികം സ്ട്രോങ്ങറാണ്. അതുമാത്രമല്ല പേടിപ്പെടുത്തുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നീ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം പറയണം. ഉറപ്പായിട്ടും നീ പറഞ്ഞിരിക്കണം. നീ ഇത് ഒരിക്കലും മറക്കല്ലേ. അവൻ്റെ പവേഴ്സ്, അവൻ്റെ യഥാർത്ഥ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അവൻ്റെ ട്രൂ ആർമി എന്ന് പറയുന്നത് ഇത്ര കാണിക്കുന്നുള്ളൂ. പിന്നെ എന്താണ് സംഭവിച്ചത്, എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് കാണിക്കുന്ന പോലും ഇല്ല. ഇതേ സമയത്ത് ജിനുവായിട്ട് ഒരു സാൻഡ്വിച്ചും കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പുള്ളിക്കാരി പറഞ്ഞത് സത്യമാണെന്ന് ആലോചിച്ചാണ് പുള്ളി നിൽക്കുന്നത്. ഇതേ സമയം പുള്ളിക്കാരൻ്റെ ഷാഡോ സോൾജേഴ്സ് ബാക്കിയുള്ള ഡീമൻസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വീണ്ടും നൊസ്റ്റാൾജി അടിക്കുകയാണ്. നമ്മൾ പണ്ട് സി റാങ്ക് 10 കയറിയത് ഓർമ്മയുണ്ട്. അത് തന്നെ, ആ ഒരു കാര്യം തന്നെ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾക്ക് ഈ ഷാഡോ സോൾജേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് നിന്നുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്താൽ പോരെ? അപ്പോൾ ജിൻവു പറയും ചെയ്യും, അതെനിക്ക് സാധിക്കത്തില്ല. മെയിൻ ആയിട്ടുള്ള റീസൺ പുള്ളിക്കാരന് ദൂരാണ്. അതായത് സംഗ് ജിൻവു ഷാഡോ ആയിട്ട് ഭയങ്കരധികം ദൂരാണെങ്കിൽ ഷാഡോ ചെയ്യുന്ന കാര്യങ്ങളുടെ എക്സ്പീരിയൻസ് പോയിന്റ് നമ്മുടെ ജിൻവുവിന് കിട്ടത്തില്ല. അതുമല്ല, ഈ ഒരു സമയത്ത് ആ ഷാഡോസ് എന്തൊക്കെയാണ് കാണിച്ചു വിട്ടതെന്ന് പറയാൻ പോലും പറ്റത്തുമില്ല. വൈദ്യുതി ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആ കാര്യം വിട്ടുപോയി. ജിന ഇപ്പം എന്നെ എടുക്കുന്നുണ്ട്. അവൾക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലടാ. ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് അവൾക്ക് നല്ല റെസ്റ്റ് മാത്രം മതി എന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഷാഡോസിനെ ഞാനിപ്പോൾ അവളുടെ കൂടെ വെച്ചിട്ടുണ്ട്.
പറഞ്ഞതുപോലെ അവളൊന്ന് നോക്കിക്കളയെന്ന് പറഞ്ഞുകൊണ്ട് ജിനു പുള്ളിക്കാരൻ്റെ ഷാഡോ പ്രിസർവേഷൻ ലെവൽ 2 യൂസ് ചെയ്ത് അവരെ നോക്കുന്നുണ്ട്. ഈ ഒരു സ്കിൽ യൂസ് ചെയ്ത് ജിനുവിന് പുള്ളിക്കാരൻ്റെ ഷാഡോസിൻ്റെ അകത്തൂടെ കാണാൻ സാധിക്കും. അതായത് എന്താണ് അവിടെ സംഭവിക്കുന്നത് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കും. പുള്ളിക്കാരൻ നോക്കാൻ നേരത്ത് ഒരു കിളവനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, യുവർ മാജസ്റ്റി, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രിക്ക് ഇത് വളരെ വലിയ ഉപകാരമായിരിക്കും. അത് മറ്റാരുടെയും കണ്ണിൽ കൂടെ അല്ലായിരുന്നു, നമ്മുടെ ബെറുവായിരുന്നു. ബെറുവായിട്ട് ഒരു റിമോട്ടും പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യുവർ മാജസ്റ്റി, യുവർ മാജസ്റ്റി. ഇതേ സമയം ജിനയായിട്ട് അവിടെ കിടന്ന് സേഫ് ആയിട്ട് തന്നെ ഉറങ്ങുന്നുണ്ട്. ജിന്നു പറയുന്നുണ്ട് അവൾ ഉറക്കമാണ്, പക്ഷേ ഈ ബെറു ഇപ്പം എന്നാ പീരിയോഡിക്കൽ ഡ്രാമസ് ഒക്കെ കാണാൻ തുടങ്ങി. അത് കഴിയുമ്പോൾ പുള്ളിക്കാരൻ്റെ അമ്മേനെ ബാക്കിയുള്ള ഹണ്ടേഴ്സിനൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് നോക്കാൻ നേരത്ത് എന്തോ വെള്ളം വീഴുന്നു കാണും. അപ്പോഴാണ് പുള്ളിക്കാരൻ ഒരു കാര്യം മനസ്സിലായി, മിസ്സിച്ച അവിടെ നിന്ന് കുളിക്കുമായിരുന്നു. ഞെട്ടിധരിച്ചുകൊണ്ട് അപ്പം തന്നെ ജിനു ആ സ്കിൽ ക്യാൻസൽ ചെയ്യും. എന്നിട്ട് പറയുന്നുണ്ട്, കോപ്പ് എന്തായാലും അവൾക്ക് എന്തെങ്കിലും ഡിന്നർ മേടിച്ചു കൊടുത്ത് അവരുടെ ക്ഷമ തന്നെ പറയണം, അല്ലെങ്കിൽ നാണക്കേട്. അല്ല ജിനു സാർ, നമ്മുടെ ഷിൻജുക്കിൽ ഒരു എസ്റാം ഗേറ്റ് വന്ന കാര്യം താങ്കൾ അറിഞ്ഞിരുന്നോ? ഈ ലോകത്തിലുള്ള പല ഹണ്ടേഴ്സിനെ അവർ ഹയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. താങ്കൾക്ക് കോളൊന്നും വന്നില്ലേ? വന്നതാണ്, എനിക്ക് കോൾ വന്നു, പക്ഷേ ഞാനത് ഡിക്ലൈൻ ചെയ്തു. കാര്യം എനിക്ക് ചെറിയൊരു പണിയുണ്ട്. കാര്യം മറ്റൊന്നുമില്ല, മറ്റേ കീ ഉണ്ടല്ലോ അതിനി ഓപ്പൺ ആകാൻ വെറും 26 മണിക്കൂർ കൂടെ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഒരു കീ ഒരു ഇൻവിറ്റേഷൻ ആണ്. അതെ, ആ സിസ്റ്റം തന്നെ ജിനുവിനെ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെയാണ് പുള്ളിക്കാരന് തോന്നിയത്. അതുകൊണ്ട് തന്നെ ജിനു ആ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുവാണ്. ആരാണ് ഈ സിസ്റ്റം എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അങ്ങനെ അവരുടെ ആ പരിപാടി കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ യൂറി ഓർഫിനാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതെ ഞാനാണ് യൂറി ഓർഫ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ തോന്നുന്നു, ഈ ലോകത്തിലുള്ളവർ എന്നെ വിളിക്കുന്നത് എന്താണെന്നറിയാലോ, ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആയ ടൈപ്പ് ഹണ്ടറാണ് ഞാൻ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ ഹയർ ചെയ്യാവുന്നതാണ്. പുള്ളിക്കാരൻ ഒരു എസ് റാങ്ക് ഹണ്ടർ തന്നെയാണ്. ഞാൻ നിങ്ങൾ വായിച്ച ഫയൽസ് ഒക്കെ വായിച്ചു നോക്കിയിരുന്നു. എന്നാലും നല്ല കാര്യം, ആദ്യം തന്നെ സിറ്റിസൺസിനൊക്കെ നീ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തല്ലോ, അതെന്തായാലും നല്ല. പക്ഷേ നിങ്ങൾക്ക് മാൻ പവർ ഇല്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, ഈ ഒരു മിഷന് വേണ്ടി ജപ്പാനുള്ള എസ് റാങ്ക് ഹണ്ടേഴ്സ് മാത്രമേ വരത്തുള്ളൂ? അതെ, എല്ലാ എസ് റാങ്ക് ഹണ്ടേഴ്സും ഒരാൾ വെച്ച് അവിടെ നിന്നിട്ടുണ്ട്. അതായത് അവിടെയുള്ള എല്ലാ എ റാങ്ക് ഏരിയയിലും ഒരു എസ് റാങ്ക് വെച്ചാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഞങ്ങളുടെ കീഴിലുള്ള ഒരു എസ് റാങ്ക് ഹണ്ടറും ഇപ്പോൾ അവിടെയുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ കൺട്രീനെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ചെറിയൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. എനിക്ക് മൊത്തം $3.6 ബില്യൺ വേണം. അതായത് 10 മില്യൺ ഒരു ദിവസം വെച്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഹയർ ചെയ്യാം. അങ്ങനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടകാലം ഞാൻ ആ ഗേറ്റ് ക്ലോസ് ആക്കി തന്നെ വെച്ചോളാം. ആ ഒരു കാര്യത്തിൽ എൻ്റെ ഗ്യാരണ്ടി. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററോട് അവസാനിക്കുന്നത്. ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇന്ന് എന്തായാലും വൺ പീസിൻ്റെ ഒരു വീഡിയോ കൂടി ഇടേണ്ടതെന്നാണ് നമ്മൾ ഇന്ന് 2 ചാപ്റ്ററിൽ ഒതുക്കിയത്. പക്ഷേ വിഷമിക്കാൻ വേണ്ട, നാളെ തന്നെ അടുത്ത 3 ചാപ്റ്ററുള്ള കിടിലൻ വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.